എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMD. നിങ്ങൾക്കറിയാം, ലോകത്തുള്ള പ്രണയത്തിൻ്റെ ഉപാസകർ മുഴുവനും വാലന്റൈൻ ദിനമൊക്കെ ആഘോഷിക്കുന്ന വാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ കേരളത്തിൻ്റെ കഥ എന്താ? ഉത്തരേന്ത്യയിലൊക്കെ സംഭവിച്ചതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നു. ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു, ആ പെൺകുട്ടിയെ നിരസിക്കുമ്പോൾ അവളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. അതുവരെ ആകുന്നു കാര്യങ്ങൾ. പലപ്പോഴും അക്രമത്തിൻ്റെ പാതയിലേക്ക് കാമുകന്മാരും കാമുകിമാരും വഴുതി മാറുന്ന ഒരു കാഴ്ച നമ്മളെ അലോസരപ്പെടുത്തുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രണയ രോഗികളെക്കുറിച്ച്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇവരാണ് പത്രപ്രവർത്തക സീന ഭാസ്കർ. 44 വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച് വിവാഹിതരായ അന്യമതസ്ഥരായ ദമ്പതിമാർ എ ഫസുദ്ദീൻ, ആഗ്നസ് ഫസിൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ലീല ഹോസ്പിറ്റൽ ഡയറക്ടറുമായ ഡോക്ടർ ബിപിൻ ചന്ദ്രലാൽ, എഴുത്തുകാരി ഡോക്ടർ സിസ്റ്റർ ജസ്മി, സാമൂഹ്യ പ്രവർത്തക മിനി ജോസ്, സാമൂഹ്യ പ്രവർത്തകനായ പ്രവാസി എഴുത്തുകാരൻ ഈശു അലക്സാണ്ടർ വൻമഴി, പ്രസംഗകനും എഴുത്തുകാരനുമായ പെരുമ്പാവൂർ S. രാമചന്ദ്രൻ, ടെലിവിഷൻ ഷോ ഡയറക്ടറും എഴുത്തുകാരനുമായ ഹരി ദയാൽ, അസിസ്റ്റന്റ് പ്രൊഫസർ അനൂപ് T. ശശിധരൻ, NIHDയിലെ അസോസിയേറ്റ് ട്രെയിനർ സാബിർ അബിയെ, അധ്യാപകനായ കരുണൻ, ഇബ്കായിലെ സ്കൂൾ കൗൺസിലർ AR ശൈലജ ടീച്ചർ, സാമൂഹ്യ പ്രവർത്തക അശ്വതി കൃഷ്ണ, ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സൂര്യ പ്രാൺകുമാർ. സിസ്റ്ററെ, കാലം വല്ലാതെ മോശമാവുക. നമ്മൾ പണ്ടൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടുകഴിവുള്ള കാര്യങ്ങൾ കേരളത്തിലും നടക്കുന്നു. കാമുകി വിസമ്മതിച്ചാൽ കാമുകിയെ തീയിട്ട് കൊല്ലുക, അച്ഛൻ്റെ മുമ്പിൽ വെച്ച മകളെ കുത്തിക്കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും അരങ്ങേറുന്നു. എന്താ അപ്പം സിസ്റ്ററിന് തോന്നുന്നത്? ഈ കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം, അവെയർനെസ്, ബോധം, അവബോധം അതൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്, സ്കൂൾ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല എന്നതിൻ്റെ കുറച്ചൊരു അടയാളങ്ങളാണ് ഈ കാണിക്കുന്നത്. ഞാൻ പറയും, വിദ്യാഭ്യാസത്തിലൂടെ യെസ് പറയാൻ പഠിപ്പിക്കുക, ഡിസിപ്ലിൻ പഠിപ്പിക്കുക, ഇതൊന്നുമല്ല വേണ്ടത്. നോ പറയാനും അതെങ്ങനെ പ്രതികരിക്കണം, അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചാൽ അത് എങ്ങനെ പറയണം, എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് മനസ്സിലാകും. ഈ പൊസസീവ് നേച്ചർ എനിക്കില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ട. ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു പ്രിൻസിപ്പളായിരിക്കുമ്പോഴൊക്കെ. ഒന്നാമത്തെ ലക്ഷ്യം ജീവിതമാണ്. ഞാൻ തൃശ്ശൂർ സെന്റ് മേരീസ് കോളേജിൽ ഞാൻ പറഞ്ഞു 3 വർഷം പ്രിൻസിപ്പള്. അതിന് തൊട്ട് മുമ്പ് വിമല കോളേജിൽ 3 വർഷം വൈസ് പ്രിൻസിപ്പളും. ഒരുപാട് ഈ 10-28 വർഷം കുട്ടികളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, ഒന്നാമത്തെ ലക്ഷ്യം ജീവിതമാണ്. നിങ്ങൾ പഠനത്തിൽ തോറ്റാലും വിരോധമില്ല, മറ്റനേകം കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ, ചിലത് നടക്കും ചിലത് നടക്കില്ല, അതിലൊന്നും നിരാശപ്പെടരുത്. കാരണം ഒന്നാമത്തെ ജീവിത ലക്ഷ്യം അത് കിടക്കുന്നു, ഇനിയുമുണ്ട്. അപ്പം അത്തരം ഒരു ആവേശം അവർക്ക് കൊടുക്കണം. ഈ കൊച്ചു കൊച്ചു നൈരാശ്യങ്ങളിൽ അങ്ങോട്ട് കൊല്ലാനോ സ്വയം ആത്മഹത്യ ചെയ്യാനോ ഉള്ളതല്ല ജീവിതം, അതിനപ്പുറം കിടക്കും. വേറൊരു വാദഗതി ഇപ്പോൾ ഉയർന്നു വരുന്നത്, അതായത് കുട്ടികൾക്ക് പഠനമല്ലാതെ ഒരു കലാപരിപാടി ഇപ്പോൾ പള്ളിക്കൂടത്തിലും കോളേജുകളിലും ഒന്നുമില്ല. അതായത് രാഷ്ട്രീയം നിരോധിച്ചു, ക്യാമ്പസിൽ ഇപ്പോൾ ആ പരിപാടിയില്ല. അതുപോലെ കലാ സാഹിത്യം അങ്ങനെയുള്ള ഒരു കാലത്തുണ്ടായിരുന്നൊന്നും ഇപ്പോൾ ക്യാമ്പസിലില്ല. നല്ല പ്രണയങ്ങൾ പോലും ക്യാമ്പസിലില്ല. കുട്ടികളെ അടക്കി പിടിച്ചിരുത്തുക. എനിക്കൊന്ന് ഈ കർത്താവിൻ്റെ മണവാട്ടിവാർ പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടത് പലതും പെൺകുട്ടികൾ കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് വനിതാ കോളേജുകൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഈയിടയ്ക്കും കുറച്ച് ആമ്പിള്ളേരെന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ എങ്ങനെ അടക്കി പിടിച്ചിരുത്തുക, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ലൈംഗിക അതിക്രമങ്ങൾക്കൊക്കെ കാരണം ഈ സപ്രഷനാണ്. ഞങ്ങൾക്ക് റോളുണ്ടോ? മീഡിയയ്ക്കും റോളുണ്ട്. ഞാൻ അസസ് ചെയ്യുമ്പോൾ കലാലയത്തിൽ രാഷ്ട്രീയം നിരോധിച്ചപ്പോൾ സിസ്റ്റർ ആയിരിക്കുമ്പോൾ, പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എന്നോട് ചോദിച്ചു, ഇത് ശരിയാണോ എന്ന്. ഞാൻ പറഞ്ഞു തെറ്റാണ്. രാഷ്ട്രീയം അതിൻ്റെ നല്ല ലെവലിൽ രാഷ്ട്രീയ കലാപങ്ങൾ ഉണ്ടാക്കാനൊന്നുമല്ല. എൻ്റെ കോളേജിൽ എനിക്ക് രാഷ്ട്രീയമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഷെയറിംഗ് ബോക്സ് വെച്ചു. എല്ലാം തുറന്നെഴുതാം, നിങ്ങൾ ആരും പേര് വെക്കണ്ട. നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് കണ്ട് പിടിക്കപ്പെടുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നോളൂ, പേരൻസിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടുവന്നോളൂ. അത് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസം ഒന്നുകിൽ ഞാൻ ഹോൾ അസംബ്ലിയിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ റൂമിലേക്ക്, പ്രിൻസിപ്പൽ റൂമിലേക്ക് ലീഡേഴ്സിനെ വിളിച്ചിട്ട് എല്ലാത്തിനും ഉത്തരം കൊടുക്കുകയും പ്രതിവിധികൾ ഉണ്ടാക്കുകയും ചെയ്യും. അവർ പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഉള്ളു തുറന്ന് കിട്ടുക, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാലേ സൊല്യൂഷൻ. തീർച്ചയായിട്ടും അങ്ങനെ അടക്കി പിടിച്ചിരുത്തേണ്ടവരല്ല അവര്. യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബബ്ലിംഗ് വിത്ത് എനർജി, അതിന് ശരിയായി അവർ പുറത്തേക്ക് എനർജി വന്നിട്ട് ഗൈഡ് ചെയ്യണം നമ്മൾ. ഞാൻ മറ്റു കാര്യം ചോദിക്കട്ടെ സിസ്റ്റർ, അതായത് ഈ പ്രണയം എന്ന് പറയുന്ന ഒരു വലിയൊരു കാൽപ്പനിക ഭാവമുള്ള ഈ റൊമാൻസിന്റെ ഒരു ലോകത്തേക്ക് അമിതമായി സെക്സ് കടന്നു വന്നു എന്ന് സിസ്റ്ററിന് തോന്നുന്നുണ്ടോ?
നമ്മൾ ഈ എന്ന് നിന്റെ മൊയ്തീനൊക്കെ കുട്ടികൾ യുവാക്കളും യുവതികൾ കൈയടിച്ചപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം കിട്ടി. കാരണം ഈ ഫിസിക്കൽ അല്ലാത്ത ലവ്, ആ പ്രണയം, അതിന് ഇന്നും പ്രസക്തി ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിച്ചു. കാരണം ഭയമാണ് നമുക്ക് തോന്നുന്നത് ഇത്തരം ഈ ഒരു ഫിസിക്കൽ പൊസസീവ് നേച്ചറും ശാരീരികം മാത്രമാണ് പ്രണയം എന്നുള്ള തെറ്റിദ്ധാരണ വരുന്ന ടീനേജാണ്. അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളൊക്കെ ആയിരുന്നു. ഒരു 3-4 പതിറ്റാണ്ടുകൾ മുമ്പ് പ്രണയിച്ചവരായവർ ഇവരോടൊന്ന് ചോദിക്കാം, നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താ? പ്രത്യേകിച്ച് അന്ന് ആ കാലത്തൊക്കെ എനിക്കൊന്ന് വിഭിന്ന ജാതിയിൽ നിന്ന് മതത്തിൽ നിന്നൊക്കെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കേട്ടുകഴിവില്ലാത്ത കാര്യമായിരുന്നു. വലിയ നാട്ടിൻപുറത്ത് വലിയ വഴക്കും അടിയും ചണ്ടയൊക്കെ നടക്കാൻ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു തീരുമാനം? ഇതിൽ ആരാ മുൻകൈ എടുത്തത്? ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കും മക്കളൊക്കെ ആയില്ലേ? കൂട്ടായ പ്രവർത്തനമായിരുന്നത്. അവരൊക്കെ കണ്ടാലും പ്രശ്നമില്ല, പ്രായമൊക്കെ ആയാലും. ഇനിയിപ്പം അവരുടെ കല്യാണവും കഴിഞ്ഞ് ഇനി പ്രശ്നമില്ല, കൊച്ചുമക്കളായി. അപ്പൊ അവര് പറയുന്നൊരു അറിയോ, അപ്പൻ എന്റെ അത്രയും വരത്തില്ല എന്നായിരിക്കും മക്കളെ അങ്ങനെ പറയുന്നു ഇല്ലേ? പറയുന്നാളുണ്ട്. ഉണ്ട്. ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ എനിക്കൊന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ഒന്നായി എന്ന് ചിന്തിച്ചത് ഏത് നാൽക്കവലയെ വെച്ചാണ്? കവലയ്ക്ക് ഓർമ്മയില്ലായിരിക്കും അല്ലേ? അല്ല, അടുത്തടുത്ത് വീടായിരുന്നു. ഇത് എന്ത് ചെയ്യായിരുന്നു അന്ന്? എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ഞാൻ 10ൽ പഠിക്കുന്നു. ഇതൊരു എന്ന് നിന്റെ മൊയ്തീനാണ്. 10ലൊക്കെ പഠിക്കുന്നുണ്ടെ ഞാൻ പോകുമ്പോൾ ഓരോരുത്തർ ഓരോ പാട്ടൊക്കെ ഇങ്ങനെ പാടും. ഓരോ അല്ലെ അമ്മച്ചി റോഡേ പോകുമ്പോ ഇതേ പാട്ട് പാടും. അല്ല വേറുള്ളവരൊക്കെ പാട്ട് പാടുകയൊക്കെ ചെയ്യും. അന്നേരമുണ്ട്. അല്ല, അത് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളെ ചേർത്ത് ഞങ്ങൾ രണ്ടും കണ്ടപ്പം എന്നെ കണ്ട ഒന്നും അനങ്ങുന്നൊന്നും ഇല്ല. ചുമ്മാ ഒരു പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് ഏത് പേപ്പറാന്ന് ഞാൻ ചോദിക്കുന്നില്ല. അല്ല, അത് യഥാർത്ഥത്തില് അതൊരു കാരണമാണ്. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് പെരുമാറുന്ന പയ്യനായിരുന്നില്ല ആ കാലത്ത്. താങ്കളൊരു ഗൗരവക്കാരനാണ്. അതിൽ ഒരിക്കലുമില്ല. ആ കൂടെ ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു ഗൗരവം നെള്ളിക്കുന്നു. അങ്ങനൊന്നുമില്ല, പെരുമാറ്റത്തിലില്ല. അപ്പോഴേ ഞാൻ കോളേജിൽ നിന്ന് എല്ലാ മാസവും വീട്ടിലെത്തും. ഞാൻ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ അമ്മച്ചി നല്ല വാചകമാണ്. അങ്ങ് വീട്ടിൽ കുറച്ച് സംസാരിക്കുന്ന ആളാണ്. അത് നന്നായി. രണ്ടുപേരും ഒരേപോലെ സംസാരിച്ച വീട് ഭാഗ്യമാണ്. അപ്പോഴേ അടുത്ത് ഒരു ഫാമിലി താമസത്തിന് വന്നു എന്ന് ഇങ്ങനെ ഞാൻ കേട്ടു. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചില്ല. ഇവര് 3 പെൺകുട്ടികളും പോകുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാതിരുന്നതാണ് എന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടം വരാൻ കാരണം, എന്നെ കാണുമ്പോ എല്ലാരും ഓരോ പാട്ടൊക്കെ പാടും. എന്തോ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, അതൊക്കെ അടുത്തുകൂടെ അന്നത്തെ ഹിറ്റ് ഗാനമൊക്കെ പാടിക്കൊണ്ടൊക്കെ പോകും. എന്നിട്ട് ഒരാൾ മാത്രം എന്നെ കണ്ടപ്പോ ഒന്നും അനങ്ങുന്നൊന്നും ഇല്ല. ഇങ്ങനെ അന്നേരം അതാരായിരിക്കുന്നതെന്ന് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരടുത്ത് ചോദിച്ചു. ഉടനെ അവര് പറഞ്ഞത്, പേര് പറഞ്ഞപ്പം തെറ്റി, ബസ്സിൽ എന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞ ട്രെയിനിലല്ലല്ലോ, കുഴപ്പമില്ല. അവലംബിക്കാവുന്ന ഒരു മോഡലാണ്. നഗരത്തിൽ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുക, കമന്റ് അടിക്കുന്നവരെ അപ്പുറത്താരെങ്കിലും മിണ്ടാതെ നിൽപ്പുണ്ടെന്ന് പെൺകുട്ടികൾക്ക് നോക്കാം. ഒരു നല്ലൊരു വർക്കിംഗ് മോഡലാണ്. ഞാനും ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അങ്ങയുടെ മനസ്സ് കവർന്നായിരുന്നു. അല്ല, എനിക്കൊരു 10ാം ക്ലാസ്സുകാരി പെൺകുട്ടി. എനിക്കൊരു മുൻ അനുഭവം, ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഒരാളുമായിട്ട്. ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അറിയാവുന്ന അത് യഥാർത്ഥം ഞാൻ 10ൽ പഠിക്കുന്ന കാലത്ത് നമുക്കൊക്കെ പറയാം. ഇതെന്തോ ഇങ്ങനെ പരസ്യപ്പെടുത്താൻ കാര്യം? നാട്ടിൽ പറഞ്ഞാൽ വലിയ പ്രശ്നമാവൂലേ? അവരിപ്പോ ആരുടെയെങ്കിലും ഭാര്യ ആയിരിക്കും. അല്ലല്ല, ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് അതില്ല, അതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോ അത് ഒടുവിൽ വന്നപ്പോഴത്തേന് ഇദ്ദേഹം പറഞ്ഞു, ഈ കുട്ടികളാണെങ്കിലും ചിന്ത കുറച്ച് കടന്ന് ആയിരുന്നു. വിവാഹം കഴിച്ചാൽ എന്നെ മതം മാറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്തായാലും അത് അധികം ആളും പോയിട്ട് പോയില്ല. അവർക്ക് പഠിക്കാനൊന്നുമില്ലായിരുന്നു. പഠിക്കാനുള്ള സമയത്തായി മതം മാറ്റുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇൻമെച്ചുറായിരുന്നത്. ആ കുട്ടി പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ആ ചാബല്യം എന്ന് പറയാൻ നിവർത്തിയില്ല. എങ്കിലും 10-16 വയസ്സ് എനിക്ക് അന്നുണ്ട്. അപ്പൊ എനിക്കത് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായിരുന്നു. 1969 അല്ലേ? അപ്പോഴാണ് ഇവര് അടുത്ത താമസത്തിന് വരുന്നത്. അപ്പൊ കുട്ടി കാണാൻ സൗന്ദര്യമുണ്ട്, എന്നെ പൊല്ലിക്കുന്ന ആളല്ല, സൗന്ദര്യമുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. നല്ല ഗ്ലാമർ അല്ലേ? ഏറെക്കുറെ. അപ്പൊ ഇവരെ ഫാമിലിയെ കുറിച്ച് എനിക്ക്, എൻ്റെ ഫാദറിന്റെ കസിൻ്റെ മക്കളാണ് ഇവര്. അടുത്തടുത്ത് താമസിക്കുന്ന പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ മനഃപൂർവ്വം ശ്രദ്ധിക്കായിരുന്നാണത്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ തമ്മിൽ ഇയാൾക്ക് ആദ്യം എന്താ തോന്നിയത് എന്നോട്, എന്നെ കാണുമ്പോൾ എന്താണ് ചോദിക്കുന്നത്. അപ്പൊ ഒന്നും തോന്നിയില്ല. അപ്പൊ എനിക്കും അപ്പൊ ഒന്നും തോന്നിയില്ല. അല്ല, എനിക്ക് തോന്നുന്നത് അമ്മച്ചിക്ക് അന്ന് തോന്നിയത് ഞാൻ പറയാം. നിങ്ങളൊന്നും വേറൊന്നും വിചാരിക്കരുത്. അമ്മച്ചി സത്യമാണെങ്കിൽ എന്റെ നേരെ നോക്കി സത്യമാണെന്ന് പറയണം. ഇയാളൊരു മോശക്കൊടൻ കാമുകനായിരിക്കും.
അങ്ങനെ തോന്നി അമ്മച്ചി? കാര്യം ഇദ്ദേഹത്തിന്റെ ഗൗരവമൊക്കെ കണ്ടപ്പോ അല്ലേ? അല്ല എപ്പോഴും ഇങ്ങനെ കുറെ അത്ര ചിരിക്കത്തൊന്നും ഇല്ല. ഓക്കെ ഓക്കെ. അവസാനം നിങ്ങൾ മനസ്സുകൊണ്ട് അടുത്തു, മനസ്സുകൊണ്ട്. നാട്ടിൽ വാർത്തയായി, കോടാലികയായിട്ട് ആൾക്കാർ വന്നോ? വന്നിരുന്നു. ആ, അടിയൊക്കെ നടന്നോ? അവസാനം ഇവര് താമസിക്കുന്നിടത്ത് താമസം മാറിപ്പോയി. മൊയ്തീൻ അവിടെ എത്തി. എത്തുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇത് പിന്നെ ഈ കന്യാസ്ത്രീയാക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അല്ല എൻ്റെ ഇളയ 2 പേരൊക്കെ ഉണ്ട്. അല്ല ചുമ്മാ ഇപ്പോഴത്തെ പോലെ ഓടി അങ്ങ് പോയാൽ മതിയോ? വീട്ടിലെ കാര്യമെല്ലാം നോക്കണ്ടായോ? സ്നേഹമൊക്കെ മനസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ദോഷം വരരുതല്ലോ എന്നാ എൻ്റെ മനസ്സിൽ. അപ്പൊ ഇവര് അതിലേക്ക് വേണ്ടി ചെല്ലുമ്പോഴേ ആ പ്രസ്ഥാനത്തിന്റെ ബിഷപ്പ് ഇത് വികാരിയോ പറ്റോ, അദ്ദേഹത്തിന് എന്നെ അറിയാം. പറഞ്ഞ കുഞ്ഞെ ആ പയ്യൻ ഇവിടെയും വരും. ഭയങ്കര സ്ട്രോങ് അല്ലേ? പോകാനായിട്ടെല്ലാം പറഞ്ഞ് എൻ്റെ അടുത്ത് ഡ്രസ്സും എല്ലാം കൊണ്ട് ചെല്ലാനും പറഞ്ഞ് അങ്ങനെ എന്നെ കൊല്ലത്തോ മറ്റോ കൊണ്ടാക്കാനായിട്ട് അമ്മച്ചിയും കൂടെ വന്ന് ചെന്നപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ആ പയ്യൻ, മോക്കൊന്നും വരത്തില്ല, മോള് മുട്ടുകുത്തിയിരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥിച്ച് തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് കന്യാസ്ത്രീ ഒന്നും ആവണ്ട പൊയ്ക്കോ എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തെ വീട്ടിൽ തടങ്കൽ പോലെ ആയി. പിന്നെ അവിടെ തന്നെ മാറ്റി അപ്പച്ചിയുടെ വീട്ടിലൊക്കെ കൊണ്ട് നിർത്തി. അപ്പൊ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ മൊയ്തീൻ എടുത്ത ഡയറക്ടർ അമ്മച്ചിയെ പരിചയപ്പെട്ട് ആദ്യം ഈ മൊയ്തീന്റെ കഥ എടുത്തന്നെ മിക്കവാറും. ഇതും അതുപോലെ തന്നെ സ്ട്രോങ് ആണല്ലോ. എന്നിട്ട് അവസാനിച്ചില്ല. എന്നിട്ട് അവസാനം ABS കോർപ്പസ് ഫയൽ ചെയ്തിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ആര് ഫയൽ ചെയ്തു? എനിക്കല്ലേ ആവശ്യം. ഓക്കെ ഓക്കെ. ഹാജരാക്കിയോ? കോടതിയിൽ ഹാജരാക്കി താങ്കൾ കിട്ടി അല്ലേ? ഇത്രയും കാലത്തിന് ശേഷം ആലോചിക്കുമ്പോൾ ആ പൂക്കിലൊക്കെ പിടിക്കേണ്ട പ്രശ്നമായി പോയോ? അല്ല, വീട്ടിൽ നിന്നൊന്നും ഞാൻ തന്നെ ഇറങ്ങിയൊന്നും അല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ആയപ്പോ എൻ്റെ അമ്മുമ്മയൊക്കെ വീട്ടിലുണ്ട്. അമ്മുമ്മയും എല്ലാരും പറഞ്ഞ് നല്ല പയ്യനാ, ഞങ്ങളൊക്കെ തിരക്കിയപ്പം നിനക്ക് കുഴപ്പമൊന്നും വരത്തില്ല, ഇനി വേറൊരാളെ കല്യാണം കഴിക്കണ്ട എന്ന് അനിയത്തിമാരും പറഞ്ഞു. നല്ല പയ്യനാന്ന് എല്ലാരും പറഞ്ഞു. കൂടെ താമസിച്ചു കഴിഞ്ഞപ്പോ എന്ത് തോന്നി അമ്മച്ചി? നല്ല കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും നമ്മൾ നാട്ടുകാരെ പ്രചരിപ്പിക്കുന്ന അതങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പോഴും എന്നെ ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നു, കൊള്ളാം, നല്ല സൗന്ദര്യമുള്ള നീലണ്ണ സാറ് സോറി അതുപോലെ ഞാനും ഇങ്ങനെ പിന്നെ ഗൗരവക്കാരനാണ്, പാവമാണ് എന്ന് കരുതുന്നു. പക്ഷെ ഞാൻ ആരാണെന്ന് കുറെ കഴിയുമ്പോഴേ സാധനം മനസ്സിലാവുള്ളൂ. എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഇതാണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തില് ഇപ്പൊ ആദ്യം കാമുകനും കാമുകിയായിരിക്കുന്നുള്ള അപ്പോഴത്തെ ആ പെരുമാറ്റം ആയിരിക്കില്ല. അതാണെങ്കിൽ തന്നെ ബേസിക് ആയിട്ട് നേച്ചർ നമുക്കുണ്ടല്ലോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിള്ളേരെയൊക്കെ എങ്ങനെ വളർത്തി? യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയം ഉണ്ടായിരുന്നത്, എൻ്റെ പേര് ഫസലുദ്ദീൻ, ഇദ്ദേഹത്തിന്റെ പേര് ആഗ്നസ്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഉറ്റ ആൾക്കാരൊക്കെ കോടതി തന്നെ വന്നു. അതായത് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ മതം മാറ്റി കൊണ്ടുപോകണം എന്ന് ഒക്കെ നമ്മൾ ശരി ആലോചിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ജമാഅത്തും എന്നെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരട്ടെ, ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ആലോചിക്കുക എന്ന് പറയുമെങ്കിൽ പോലും അതിന് സാധ്യത എന്താണെന്ന് സംശയം തോന്നിയിട്ടുണ്ടാവാം. എന്നിട്ട് ഞാൻ വഴങ്ങാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആക്രമണം ഉണ്ടായി. ഓ, അത് ശരി. സ്വാഭാവികമായിട്ട് എനിക്ക് ഈ വിശ്വാസ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. അപ്പം ഞാൻ മുസ്ലിം പേരുധാരിയായി എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല, കോടതി പോകേണ്ടി വന്നു, വീടിന് കല്ലെറിഞ്ഞു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാകരുത്. അവർക്ക് ഇഷ്ടമുള്ളവരെ കള്ളം കഴിക്കാൻ അനുവദിച്ചു. അത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അങ്ങ് ഇത്രയും കാലത്തിന് ശേഷം ആലോചിക്കും, ഇപ്പോഴെന്ന് കുറച്ചുകൂടെ ഭയങ്കര സിസ്റ്റർ പറഞ്ഞ പോലെ ഭയങ്കര പോസസീവ് ആവുന്ന ആൾക്കാർ, നീക്കി കിട്ടില്ല പിന്നെ ആൾക്കാർക്ക് വേണ്ട നശിപ്പിച്ചു കളയും. അത് എന്താ പറയുക മനസ്സിലാവുന്നത്? ഇത്രയും വയലന്റ് ആയ ഒരു കാമുകനാവാൻ അങ്ങേക്ക് പറ്റുമായിരുന്നു? ഒക്കത്തില്ല. അതാണ് അതായത് എന്നെ മതം മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ മാറ്റില്ല എന്ന് കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞു മാറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് ഒഴിവായി പോയി. അപ്പൊ എൻ്റെ മനസ്സിലെ ആ ഒരു ഇതാണ്, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. അതാണ് ഈ അങ്ങേക്കും എനിക്കും ഒരേ മനസ്സാണ്. കിട്ടിയ ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ചിലപ്പം എൻ്റെ മൊയ്തീൻ്റെ 2ാം ഭാഗം എടുക്കുമ്പോഴേ ഇങ്ങനൊരു മൊയ്തീൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ സീന, നമുക്ക് നടക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്നത്. പല കാരണങ്ങൾ അതിലുണ്ടാവാം. എന്നാലും സീന ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണും? ഒരു പത്രപ്രവർത്തകയാണല്ലോ. സാർ, അതൊരു മാനസികാരോഗ്യത്തിന്റെ പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറൊരാളും, നമ്മൾ ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരിക്കലും അതിനെ നമ്മൾ നശിപ്പിക്കാൻ തോന്നില്ല. കാരണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ. പ്രണയത്തിന് 2 വശമുണ്ട്. കാര്യം ലക്ഷോപലക്ഷങ്ങൾ പ്രണയിച്ച് ഒരുമിക്കാം, അതിൽ ഒരുമിപ്പിക്കാത്തവർ 1000ങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ 1000ങ്ങൾ ഞാൻ നശിപ്പിക്കുകയല്ല, എങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് കാണാമല്ലോ.
ആ ഒരു രീതിയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മാനസികമായ പ്രശ്നമാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ 1ഉം 2ഉം കുട്ടികൾ മാത്രമുള്ളപ്പോൾ അവരെ വല്ലാതെ അങ്ങോട്ട് ഈ പറഞ്ഞ എല്ലാം കൊടുത്ത് വളർത്തുകയും എല്ലാം അവർക്ക് കൈയെത്തി പിടിക്കാന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുമ്പോഴത്തേക്കിനും ആർക്കും വേണ്ടെന്നുള്ള രീതിയിലുള്ള അറ്റാക്കാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഈ സൈമൺ ബ്രിട്ടോയുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങുന്ന വർഷം ഏതായിരുന്നു? 1993 ഒക്ടോബർ 15 ഈ ഇപ്പം നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ സീന അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അന്ന് എന്തായിരുന്നു പെട്ടെന്നൊരു കാരണം? ബ്രിട്ടോയെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? അല്ല, ബ്രിട്ടോയെ നേരത്തെ പരിചയമല്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റുഡൻറ് മൂവ്മെന്റ് SFIയോട് എനിക്ക് ഭയങ്കരമായൊരു എന്താ പറയുക പ്രണയം ഒന്നെന്തോന്ന് പറയാം. അതിൽ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടോയെ പോലെ നന്നായി വായിക്കുന്നു. ഞാൻ ബ്രിട്ടോയെ കാണുമ്പോൾ ബ്രിട്ടോ ഇങ്ങനെ ഇടതടവില്ലാണ്ട് പ്രസന്റ് സിറ്റുവേഷൻ നമ്മളെക്കാൾ നന്നായി ബ്രിട്ടോ പഠിച്ചിരിക്കുന്നു. ഒരു ചക്ര കസേരയിൽ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ബ്രിട്ടോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ബ്രിട്ടോൻ്റെ മാത്രം നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ലോകം മുഴുവനും ഈ ഉള്ളതും ഇല്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക, ഇല്ലാതാക്കുക. അല്ല, സീന എപ്പോഴാണ് അറിയുന്നത്? ഇപ്പോൾ ബ്രിട്ടോ മാരകമായി കുത്തേറ്റു, ആ സംഭവമൊക്കെ സീനയ്ക്ക് അറിയാമായിരുന്നു? എനിക്ക് അറിഞ്ഞൂടാ സാർ. ഞാനൊരു 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് അന്ന് സ്കൂൾ സമരം നടക്കുമ്പോഴത്തേക്കിന് ഞാൻ ഈ ബ്രിട്ടോ എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു മനസ്സിൽ ഏതോ റഷ്യയിലോ കണ്ടുള്ളൊരു സഖാവായിരിക്കും എന്നുള്ളതായിരുന്നു. അല്ലാണ്ട് ഒരിക്കലും മലയാളിയാണെന്നോ ഒരിക്കലും ബ്രിട്ടോടൊപ്പം നിൽക്കാൻ പറ്റുന്നോ എനിക്കറിയാം. ഞാൻ ചെറിയ കുട്ടിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ SFIയിൽ വളരെ ആക്റ്റീവായി വരുമ്പോഴാണ് ബ്രിട്ടോയെ പരിചയപ്പെടുന്നതും. സീനയുടെ മനസ്സിൽ ഒരു ത്യാഗം ചെയ്യുന്ന വഴിയിലായിരുന്നു അതോ സീനയ്ക്ക് തോന്നിയ ഒരു പ്രണയമായിരുന്നു ഈ വഴിയിലേക്ക് പോകാൻ? ത്യാഗം എനിക്കൊരു ആശയത്തോടുള്ളൊരു പ്രണയം കൊണ്ടിട്ട്. അല്ല, കാരണം എന്താ പറയുക, ഇപ്പൊ ഇന്നിപ്പോ ബ്രിട്ടോ കുറച്ച് വീൽ ചെയറിലൊക്കെ മൂവ് ചെയ്യുന്നു, കുറച്ചുകൂടെ കാര്യങ്ങളിലൊക്കെ സജീവം ഇടപെടാൻ പറ്റുന്നുണ്ട്. അന്ന് പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ബ്രിട്ടോ ഒരു എനിക്ക് തോന്നുന്നു വളരെ ജീവനോടെ ഇരിക്കുന്ന ഒരു ജീവനില്ലാത്ത ഒരാൾ അല്ലേ? ബെഡിലിരുന്നിട്ട് ഷർട്ടിന്റെ ബട്ടൺസ് പോലും ഇടാൻ പറ്റാത്ത ഒരാളായിരുന്നു. അപ്പൊ അതും അങ്ങനെ കിടക്കുമായിരുന്നു, വീൽ ചെയറിൽ ഇരിക്കാനും പറ്റില്ലായിരുന്നു അന്ന്. വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റും, പക്ഷെ ബെൽറ്റ് ഒക്കെ ഇട്ട് കെട്ടിയിട്ടാണ് ഇരിക്കാൻ. ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെയുള്ള കത്തിക്കുത്തേറ്റ് മൃതപ്രായരായി കിടന്ന പല ആൾക്കാരും ഉണ്ട്. ബ്രിട്ടോ പോലെ ചില കഥാപാത്രങ്ങൾ ഇപ്പോഴും കേരളത്തിന്റെ പല ഭാഗത്തും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടോ കുറച്ചുകൂടെ വാർത്തയാക്കപ്പെട്ടു. അതെനിക്ക് ഇപ്പോഴും ഒരുപക്ഷെ ബ്രിട്ടോ കുറച്ചുകൂടെ ഫ്രണ്ട് നിര നിന്ന ആളായതുകൊണ്ടാവാൻ കുറെ കൂടെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരാളിൻ്റെ ലൈഫിലേക്ക് ചേക്കേറാൻ ഒരു പെൺകുട്ടി തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ചിന്തയുണ്ടല്ലോ. ആ ചിന്ത എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യവും സ്നേഹവുമാണ്. സ്വതന്ത്രമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും, എനിക്ക് സംഘടനയിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ വെച്ചാൽ ബ്രിട്ടോ നന്നായി വായിക്കുന്ന ആളാണ്. അപ്പോൾ ബ്രിട്ടോൻ്റെ ഇപ്പോൾ എനിക്ക് ഞാൻ അവിടെ ഒരു സ്വാർത്ഥത കണ്ടു. കാരണം ഇപ്പോൾ എനിക്ക് അത്രയും പകുതി വായിച്ചാൽ മതി. ബ്രിട്ടോയായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോൾ ഒരു 15 ബുക്ക് വായിച്ചതിൻ്റെ ഇഫക്റ്റ് എനിക്ക് കിട്ടും. അതുമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ബ്രിട്ടോൻ്റെ വായനയും എൻ്റെ കാലും എന്നുള്ള രീതിയിലാണ് ഞാനന്ന് കണ്ടത്. ഇപ്പോൾ എത്ര കൊല്ലമായി നിങ്ങളുടെ ദാമ്പത്യം? 22 വർഷം. 22 വർഷമായി. ഇന്നിപ്പോൾ സീനെ ആലോചിക്കുമ്പോൾ, അതായത് ഇന്നിപ്പോൾ ആൾക്കാർ പ്രണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിലായി കഴിഞ്ഞു. അപ്പോൾ അതിന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഒക്കെ ഇതിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ടാവണം ആൾക്കാരെ ഈ വഴിക്കാക്കുന്നതിൽ. അപ്പോൾ അതിനെ എങ്ങനെ സീന വിലയിരുത്തുന്നു? കാരണം സീനയൊക്കെ യഥാർത്ഥത്തിൽ ഇതിനകത്ത് വലിയൊരു തീരുമാനം, സീന ഈ തീരുമാനം എടുക്കാൻ പ്രായം എത്രയായിരുന്നു? 18 വയസ്സ്. പഠിക്കുമായിരുന്നു അന്ന് സീന? ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. ഓക്കെ. ഡിഗ്രി എന്നിട്ട് സീന കംപ്ലീറ്റ് ചെയ്തല്ലോ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ LLBക്ക് പോയി, ജേർണലിസം അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? വിദ്യാഭ്യാസം ഒന്നും അതുകൊണ്ട് തകർന്നു പോയി? വീട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഈ തീരുമാനം എടുത്തപ്പോൾ? വീട്ടുകാരുടെ പ്രതികരണം, വീട്ടുകാർ ഭയങ്കര എതിരായിരുന്നു. വീട്ടുകാരോട് പറഞ്ഞിട്ടാണോ സീന ഇറങ്ങിയത്? അല്ല, 20 വർഷത്തിന് ശേഷം വീട്ടുകാർ ഇപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാർ, അതായത് ക്യാമ്പസിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പ്രണയിച്ച് കളയാം എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ അതൊരു പ്രധാന കാര്യം. ക്യാമ്പസിൽ ഈ രാഷ്ട്രീയ നിരോധനം എന്നെ പോലുള്ള ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. കാരണം കുട്ടികൾക്ക് പ്രവർത്തിക്കാനോ കുട്ടികളുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനോ ഒരു വേദിയില്ലാത്തൊരു സ്ഥിതിയാണ്. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറയാം, പക്ഷേ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരവും മറ്റുമാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പസിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊക്കെ സാധാരണ മനുഷ്യരുടെ കണ്ണുനീരും മറ്റും കാണുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പസിൽ വന്നുകൊണ്ട് പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ന് ക്യാമ്പസിലില്ല. ഇന്ന് ഈ പറഞ്ഞ മാതിരി വളരെ ചിട്ടയോടുകൂടി സ്കൂൾ ബസ്സിലും കോളേജ് ബസ്സിലാണ് വരുന്നത്. ലൈൻ ബസ്സിൽ പോലും കയറുന്നില്ല. കുട്ടികൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൂടി അറിയില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ലാണ്ട് വളർത്തുകയും ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ പൈസ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തും. ഇഷ്ടംപോലെ പൈസ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന രീതിയിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തും ചെയ്യാം എന്നുള്ള. അപ്പോൾ ക്യാമ്പസിൽ പൊളിറ്റിക്സ് മാറിയപ്പോൾ അവിടെ വന്നതെന്ന് വെച്ചാൽ ഗ്യാങ്ങുകൾ വന്നപ്പോൾ ഗ്യാങ്ങുകൾക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അതാണ് ഇന്നത്തെ കലാലയത്തിലും ഇന്നത്തെ സമൂഹത്തിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ കാലത്തിനൊത്ത് മാറുന്നു. മാത്രമല്ല ലോകത്തൊക്കെ നടക്കുന്നതൊക്കെ അവർ പെട്ടെന്ന് അറിയുന്നു. സോഷ്യൽ മീഡിയ എപ്പോഴും അവരുടെ പിൻബലത്തിനുണ്ട്. ആർക്കും അടുത്ത നിമിഷം സംപ്രേഷണം ചെയ്യാൻ പറ്റും.
ജനങ്ങളിൽ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. ഒരു ടെലിവിഷൻ മുതലാളിയുടെയും പിൻബലം അവർക്ക് അതിന് ആവശ്യമില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതേസമയം നമ്മളെ പേടിപ്പെടുത്തുന്നു. കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നു. എന്നാൽ കേരളത്തിലെ കോട്ടയത്തുമൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല അത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയസിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ട് പിന്നെ അവർക്ക് പിന്നെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടായി, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെയൊക്കെ ഏജിൽ കിട്ടാതിരുന്ന, ചെറുപ്പത്തിൽ കിട്ടാതിരുന്ന പലതും അവർക്കിപ്പോൾ കിട്ടുന്നു, അതുകൊണ്ട് അവരിങ്ങനെ വയലൻ്റ് ആവുന്നു എന്നുള്ള തരത്തിലൊരു അഭിപ്രായം എനിക്കില്ല. അവർ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തെയാണ്, നമ്മുടെ കുടുംബത്തെയാണ്. ഈ പ്രണയം എന്ന് ഇവർ യഥാർത്ഥ പ്രണയമല്ലേ ഇത്? സ്നേഹം എന്ന് വെച്ചാൽ ഈ പ്രണയം ഈ കുട്ടികൾ ഉദ്ദേശിക്കുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ 99% പൊസസീവ്നെസ്സും ജലസിയാണ് അത് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു 1% ഒരു കോട്ടിങ് ലവ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഉണ്ടാവും. അത് പെട്ടെന്ന് ഇങ്ങനെ ഉരുകി തീർന്നു പോകാം. പിന്നെ കാണുന്നത് അത് കുടുംബത്തിൽ നിന്ന് കാണുന്നതാണ്, കുടുംബത്തിലുണ്ട് അത്, അല്ലാതെ വേറെ എങ്ങൊന്നുമല്ല. അവര് തീർച്ചയായിട്ടും അച്ഛനും അമ്മയും അവര് പരസ്പരം ആരെ ഭരിക്കണം എന്നുള്ള മത്സരം. അപ്പം ഈ പ്രണയവും സ്നേഹവും എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊസസീവ്നെസ് എന്ന് വെച്ചാൽ ഞാനൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളെ ഉടനെ സ്വന്തമാക്കണം, അതാണ് അതിൻ്റെ ഒരു ലൈൻ എന്നാണ് ധരിച്ചിരിക്കുന്നത്. എൻ്റെ അധികാര പരിധിയിൽ അമർത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ അല്ലെങ്കിൽ അത് സ്നേഹമല്ലാതായി മാറി. അപ്പോൾ അതങ്ങനെ ആക്കിയെടുക്കണം. അതല്ലാതെ ഇത് സ്നേഹമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. മാം പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലവും പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസം കുറേ സിലബസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ ഫീലിങ്സ് ഇതൊന്നും പ്രകടിപ്പിക്കാനുള്ളത് വരുന്നില്ല. ഇപ്പോൾ ലൈഫ് സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ഉണ്ടായി വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു പ്രണയബന്ധം തന്നെയാണെങ്കിലും കലാലയത്തിൽ നിന്നോ വിദ്യാലയത്തിൽ നിന്നൊക്കെ നേടിയെടുക്കാൻ പറ്റും. പ്രണയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പം പ്രണയം വ്യക്തിയാധിഷ്ഠിതമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സകല ചരാചരങ്ങളിലും നമ്മൾ എല്ലാത്തരം പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലും ലിംഗഭേദമില്ലാത്ത തരത്തിലുള്ള. ഈ ആണും പെണ്ണും പ്രണയിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ചാ വിഷയം. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, പൊതു ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആണും പെണ്ണും മാത്രമല്ല, നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം, പുസ്തകങ്ങളെ സ്നേഹിക്കാം. അങ്ങനെ പ്രണയത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമങ്ങൾ പ്രത്യേകിച്ച് എഴുതപ്പെട്ടിട്ടില്ല. ഈ ക്യാമ്പസ് പ്രണയത്തിന് ശക്തി കുറഞ്ഞോ കൂടിയോ? ഇപ്പോൾ ക്യാമ്പസ് പ്രണയം സൗഹൃദത്തിന്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ്. അത് സൗഹൃദത്തിലേക്കോ പ്രണയത്തിലേക്കാണോ മാറുന്നത് എന്നറിയാനുള്ള ഒരു ടൈം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവർ തന്നെ അത് ഏതവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ തീരുമാനം എടുക്കാനുള്ളൊരു സമയം, സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ സമയം കിട്ടാത്തതുകൊണ്ടാണോ ക്യാമ്പസിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അല്ല, സൗഹൃദം പ്രണയത്തിലേക്ക് മാറുന്നുണ്ടോ എന്ന് നമുക്ക് ആരും നിരീക്ഷിക്കണം, അവർ തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ്. അത് സൗഹൃദമാണോ, അത് യഥാർത്ഥത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് ആണോ എത്തുന്നത്, അതിനുശേഷം വിവാഹ ജീവിതത്തിലേക്ക് അത് പോകാൻ തക്കതാണോ എന്ന് അവർക്ക്. അല്ല, എൻ്റെ ഒരു സംശയം തോന്നി, നമ്മുടെ ക്യാമ്പസിലൊക്കെ നെറികെട്ട ഈ മാനസിക അവസ്ഥയായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയോ? എന്തോ അതിനെ കുറിച്ച് പറയാനുണ്ടെന്ന്. ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. 12 വർഷം സ്നേഹിച്ചതിന് ശേഷം കല്യാണം 12 കൊല്ലം സ്നേഹിച്ചു. അതെ. ഇത്രയും ദീർഘകാലം എടുത്തത് അദ്ദേഹത്തിനെ പരീക്ഷണ വിധേയമാക്കുമായിരുന്നു? അങ്ങനെയല്ല, സമയമെടുത്തു. ഞാൻ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു, കല്യാണം കഴിച്ച സ്കൂളിലെ സ്റ്റാർട്ട് ചെയ്തു. ഏത് ക്ലാസ്സിൽ? 7-ലോ 6-ലോ 8-ലോ? അല്ല, ഞാൻ 9-ലും ചേട്ടൻ 10-ലും. അപ്പോ ചേട്ടനാ ബെറ്റർ. അപ്പോ ഇപ്പത്തെ അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഏകദേശം എനിക്ക് പറയാൻ പറ്റും പ്രണയത്തെ പറ്റി. ഇപ്പത്തെ ഞാനൊരു ടീച്ചറാണ്. ഞാൻ കാണുന്നുണ്ട് കുട്ടികളുടെ ഓരോ ലീലാവിലാസങ്ങൾ കാണുന്നുണ്ട്. അതിന് എനിക്ക് പറയാൻ പറ്റും ഇപ്പത്തെ നമ്മുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോ കുട്ടികളാണോ ബെറ്റർ അതോ നമുക്ക് കുട്ടിത്തം കൂടുതലായിരുന്നു അന്ന്? അങ്ങനെയല്ല, അത് നമ്മള് ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ സാധാരണ അന്നത്തെ കാലയളവിലൊക്കെ സ്കൂളുകളിൽ പ്രണയം വളരെ കുറവായിരുന്നു അല്ലേ? സ്കൂളുകളിൽ അത്യാവശ്യം പിള്ളേർ പഠിക്കാൻ പോയിരുന്ന കാലമാണ്. ആ കാലത്ത് പ്രണയിക്കണമെന്ന് തോന്നാൻ ടീച്ചറിന് തോന്നിയ കാര്യം എന്തുവാ? ചേട്ടന്റെ ക്യാരക്ടറാണ്. എന്തായിരുന്നു ആ ക്യാരക്ടറിന്റെ സവിശേഷത? നല്ലൊരു സ്വഭാവമായിരുന്നു. എന്നാലും ഞാൻ ഒന്ന് അറിയട്ടെ, നാട്ടുകാരൊന്ന് അറിയട്ടെ. വീട്ടിനടുത്തൊക്കെ ഇരുന്ന ആൾക്കാർ ഇത് കാണും, മറന്നു പോകരുത്. കണ്ടുട്ടോ, എല്ലാ നാട്ടിൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. അതെ,
അല്ല ചേട്ടനെ അറിയാമോ? ചേട്ടനെ അറിയാം, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. ആ, അപ്പൊ ചേട്ടന്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഒരു ശരാശരി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആകർഷണം തോന്നുന്ന എന്ത് സ്വഭാവ മഹിമയാണ് ചേട്ടനിലുള്ളത്? ഞാൻ ഫിസിക്കൽ അപ്പിയറൻസിലല്ല ആകർഷയായത്. മനസ്സിനകത്തോട്ടൊക്കെ കയറി നോക്കാം, മനുഷ്യന് സമയം കിട്ടുമോ? കിട്ടിയിരുന്നു. കാരണം അതാണല്ലോ 12 കൊല്ലം പോയത് അല്ലേ? ഒരു വ്യാഴവട്ട കാലം എന്നൊക്കെ പറയുന്നത് സിസ്റ്റർ ജസ്മിക്ക് മനസ്സിലായ സിസ്റ്ററെ കണ്ട ഇതാണ് മനസ്സിലാക്കി അതാണ്. ഓക്കെ. പക്ഷെ ആ ഒരു ആത്മാർത്ഥത ഇപ്പത്തെ പ്രണയത്തിൽ കാണുന്നില്ല. ഇപ്പം മാഡം പറഞ്ഞ പോലെ അല്ല, നിങ്ങളുടെ പ്രണയം പരിശുദ്ധമായിരുന്നു? തീർച്ചയായിട്ടും. അത് അടിവരയിട്ട് പറയാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും പറയാം. നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ. തീർച്ചയായിട്ടും അറിയാം. പക്ഷെ നാട്ടുകാരെ അറിഞ്ഞത് ഉള്ളത് പറയുന്നവരാണോ? ഉള്ളത് പറയുന്നവരാ. 12 വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷെ എല്ലാവരും അറിഞ്ഞവർ പലരും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഇച്ചിരി കുറച്ച് കട്ടിയുള്ള ആളാണ്. കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പറയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പ്രണയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ആയിരുന്നു. അത് തന്നെ. അപ്പൊ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറയാൻ നാട്ടുകാരും അറിഞ്ഞത് ഈ സംഭവം. അതുവരെ ആരും അറിഞ്ഞില്ല, വീട്ടുകാരും നാട്ടുകാരും ആരും. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ നാട്ടിൽ ജോലിയുള്ളവർ കൂടുതലാണ്. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ നേരമില്ലാതായി പോയി. ജോലിയുള്ളവരല്ല. എവിടെ ഈ സ്ഥലം? എവിടെയാ അത്? കോലഞ്ചേരി. കോലഞ്ചേരി പള്ളിക്കടുത്താണോ വീട്? കോലഞ്ചേരി പൂത്തൃക്ക പള്ളിയുടെ അടുത്താണ്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു പറഞ്ഞ പോലെ ഒരു ഇൻഫാക്ച്വേഷൻ ആണ്, അത്രേ ഉള്ളൂ. ടീച്ചറെ, അതായത് ഇപ്പൊ ഉണ്ടല്ലോ ആൾക്കാർ ഈ കഥകളൊക്കെ വായിച്ചിട്ടും ഈ വാട്സാപ്പിലൊക്കെ വരുന്ന വീഡിയോ കണ്ടിട്ടും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് ക്രിമിനലുകളെ പോലും പ്രണയിക്കാൻ നമ്മുടെ സ്കൂളിലൊക്കെ അവിടെ നിന്ന് കുട്ടികൾ തയ്യാറാവുന്നുണ്ട്. അപ്പം ഒരുപാട് പോലീസുകാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലമായത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പെൺകുട്ടികളെയൊക്കെ പ്രേരിപ്പിച്ച് തൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന് പ്രണയിച്ച് കളയാന്നൊക്കെ ഈ കർക്കശക്കാരായ പുരുഷന്മാർക്ക് തോന്നുന്നു. അതിപ്പോ മാഡം പറഞ്ഞ പോലെ അങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ട് അതിലേക്ക് വഴി മനസ്സങ്ങോട്ടേക്ക് ചാഞ്ച മാറുന്നുണ്ട് എങ്കിൽ, ദുർബല ചിത്രം ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ മാറുന്നുണ്ട് എങ്കിൽ അതിലൊരു പരിധി വരെ പേരൻസ് ഉത്തരവാദികളാണ്. മാഡം പറഞ്ഞ പോലെ പേരൻസിനെ കണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും തന്നെ. ഇപ്പൊ ഞാനിപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പണ്ടത്തെ ഒരു എനിക്ക് 2 ആൺകുട്ടികളാണ്. ഞാൻ ചോദിക്കട്ടെ, ടീച്ചർ ഒരു 12 കൊല്ലക്കാലത്തെ പരിചയ സമ്പന്നയാണല്ലോ. ഈ 12 കൊല്ലക്കാലത്ത് പോയിട്ട് ഒരു 3 കൊല്ലം പ്രണയിച്ചു കിടന്ന മക്കളുടെ കാര്യം അംഗീകരിക്കൂ? തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇതെന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചു, ഹസ്ബൻഡല്ല നാട്ടുകാരും ചോദിക്കുന്നു ഹസ്ബൻഡിനോട്. തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കും. അവരുടെ ഇഷ്ടം, അത് നല്ലൊരു കുട്ടിയായിരിക്കണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. അവസാനം അതല്ലെങ്കിൽ മൂക്കും പിഴിഞ്ഞകത്ത് നിന്ന് മോനെ അമ്മയ്ക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാ എന്നൊക്കെ പറയാനാണ് ടീച്ചറുടെ ഭാവമെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഈശ്വരൻ വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് അത് ശരി. പിള്ളേരെവിടെ വരെയായി? പിള്ളേര് മൂത്തയാള് UKG, ഇളയാള് 9 മാസം. അവര് വരുമ്പോഴത്തേനൊക്കെ കാലം വേറെ ആയിരിക്കും. അപ്പോ പേരൻസ് ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട് കുട്ടികളെ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും, എന്നെ സംബന്ധിച്ചാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്രണയത്തിൽ അകപ്പെടാൻ, ടീച്ചർ ഒരു അമ്മയാണ്. അതെ, ഒരു പ്രായമായ പെൺകുട്ടി വീട്ടിലുണ്ട്, സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുന്നുണ്ട്. എങ്ങനെ സംരക്ഷിക്കുമെന്നാ ടീച്ചർ പറയുന്നത്? ഒരു അമ്മയാണെങ്കിൽ അമ്മയോട് എല്ലാം തുറന്നു പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ നമ്മൾ സൃഷ്ടിക്കണം. അപ്പൊ ചില കുട്ടികൾക്ക് പേടിയാണ്. ഇപ്പൊ എന്റെ കോളേജിലെ മെന്ററിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നടത്തുന്നുണ്ട്. കുട്ടികൾ പേരൻസിനോട് പോലും പറയാത്ത പല കാര്യങ്ങളും എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാ? നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ടീച്ചർ പറയുന്നതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരറ്റത്തൂടെ ടീച്ചർ കടുകട്ടിയായ മനസ്സുള്ള ഒരു അതേസമയം പറയുന്ന കുട്ടികളെല്ലാം വളരെ ലിബറൽ ആയിട്ട് ടീച്ചറുടെ കാര്യങ്ങൾ കടുകട്ടി ആവേണ്ട സ്ഥാനത്ത് കടുകട്ടി ആയേ പറ്റുള്ളൂ. കുട്ടികളെ സ്ട്രിക്റ്റ് ആക്കേണ്ടടുത്ത് ഞാൻ സ്ട്രിക്റ്റ് ആണ്. എന്നാൽ ഒരു വശത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, ഒരു ഫ്രണ്ടാണ്. ഞാൻ കല്ലുകൊണ്ടാണോ? രണ്ടുണ്ട്. തീർച്ചയായിട്ടും വാത്സല്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കുട്ടികൾ പേരൻസിനോട് പോലും പറയാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് പേരൻസിന് ഇവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? പേരൻസിന് സമയക്കുറവാണോ? സമയക്കുറവ്. ഞാനൊരു ടീച്ചറാണ്. സമയക്കുറവ് നമ്മുടെ കുട്ടികളല്ലേ, അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പേരൻസ് അല്ല. ഈ പേരൻസ് ശ്രദ്ധിച്ചാലൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പേരൻസിന് പിള്ളേരുടെ റൊമാൻസിൽ വല്ല റോളും ഉണ്ടോ? പേരൻസ് ശ്രദ്ധിച്ചാൽ അത്ര പെട്ടെന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. കാരണം ഒന്ന്, നമ്മുടെ വ്യക്തിത്വം ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരു കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ടോ അല്ലെ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടോ താങ്കളടുത്ത് വരാറുണ്ട്? ഒരുപാട് പേര് വരാറുണ്ട്. താങ്കളുടെ ഒരു അനുഭവം എങ്ങനെ? ഇപ്പം യഥാർത്ഥത്തിൽ ഈ സഡൻ ആക്ഷന്റെ കാലമാണല്ലോ ഇത്. ഒരു കാര്യം തീരുമാനിച്ചാൽ അടുത്ത ദിവസം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 2 പെൺകുട്ടികൾ അത്യാവശ്യം കാണാനുള്ള വഴി പോകണമെങ്കിൽ അത് രണ്ടാമത്തെ കുട്ടിയെ ഒന്ന് പ്രണയിച്ചാലോ എന്ന് ചോദിച്ച് അവനെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് അവന് റിസൾട്ടും വേണം. പണ്ടത്തെ പോലെ ഈ 12 കൊല്ലമൊന്നും
ഈ കാലത്ത് ആരും ജീവനോടിരിക്കില്ല. അതെ, പറഞ്ഞ ടീച്ചറെ. ഒന്ന് കുട്ടികൾക്ക് പ്രണയത്തിൽ പെട്ടെന്ന് വീഴാറുണ്ട് പലരും. പക്ഷെ പലരും കുട്ടികളും ഒരു അസസ് ചെയ്യുന്നില്ല. ഇപ്പൊ ക്രിമിനൽസിനെയൊക്കെയാണ് കയറി പ്രേമിക്കുന്നത്. ഇപ്പൊ ക്രിമിനൽ ടെൻഡൻസി ഉള്ളവർ, ഡ്രഗ് അഡിക്ട്സിനെയൊക്കെ അവരെയൊക്കെ ഞാൻ പ്രേമിച്ച് ശരിയാക്കുമെന്നുള്ള അറിഞ്ഞുകൊണ്ട് പോകുന്നവർ തന്നെയുണ്ട്. ക്രിമിനൽസിൽ ഹീറോയിസം കണ്ടെത്തുക. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ ചരസും കഞ്ചാവും ഒക്കെ അടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൊച്ചി നഗരത്തിൽ വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ പ്രണയം കൂടിയിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ഇറങ്ങി നടക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം പറയും. അപ്പൊ ഇവരെല്ലാം ശരിയാക്കി എടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു അമിതമായിട്ടുള്ള വിശ്വാസം. രണ്ട്, ഈ പ്രണയം കളഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പൊരുത്തപ്പെടാനായിട്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഒരു മനുഷ്യനെ ഏറ്റവും അധികം വേദന നൽകുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് പ്രേമഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പ്രണയ നൈരാശ്യം ഉണ്ടെങ്കിൽ താടി വളർത്തുമായിരുന്നു. പാറി പറന്ന മുടിയാണ്. ഇപ്പൊ എല്ലാവരും താടി വളർത്തിക്കൊണ്ട് നൈരാശ്യക്കാരായിരുന്നു മനസ്സിലാവുന്നില്ല. മൊത്തം പ്രശ്നം. ഓക്കെ, സോ ഈ പറയുന്ന പോലത്തെ ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ടെൻഡൻസീസ് ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20% പ്രേമത്തിൽ ഏർപ്പെടുന്ന ഒരു 10 മുതൽ 20% പേർക്ക് അബ്നോർമൽ ടെൻഡൻസീസ് ഉണ്ട്. അബ്നോർമൽ എന്ന് വെച്ചാൽ അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ് ശരിക്കും? നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ചില അബ്നോർമാലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരിക. ഒന്ന് ആൻറ്റി സോഷ്യാലിറ്റി, ആൻറ്റി സോഷ്യൽ ടെൻഡൻസി പുരുഷന്മാരിൽ, ആൺകുട്ടികളിൽ വരിക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പെൺകുട്ടികളിൽ വരിക. അപ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന ഈ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളിലും ഇവർ പലരും ഇതുപോലത്തെ ട്രേറ്റ്സ് ഉള്ളവർ ഇൻവോൾവ് ആണ്. ഇങ്ങനെയുള്ളവരിൽ സാധാരണ പെൺകുട്ടികളോ ആൺകുട്ടികളോ ചെന്ന് പെട്ടുപോയാൽ അവരുടെ ജീവിതം പോക്കാണ്. അനുകരണം ഒരു ഇതാണ് ഈ കുട്ടികൾക്ക്. കാരണം സ്കൂളിൽ ഇതേപോലെ ചെഗുവര അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ചിത്രങ്ങളെല്ലാം വരച്ച് വെക്കും കുട്ടികൾ. അപ്പോൾ ഒരാൾ ചെയ്യണ കണ്ടിട്ട് അതേപോലെ തന്നെയൊക്കെ ഇവർ ഒത്തിരി കുട്ടികളുടെ ബുക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഇങ്ങനെ ചിത്രങ്ങളൊക്കെ. അപ്പോൾ അവരോട് വെറുതെ ഞാനിങ്ങനെ പോയിട്ട് അടുത്ത് നിന്നിട്ടിരിക്കും, ഇതാരുടെ ചിത്രം, എന്തൊക്കെയാണ് എന്നൊക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ ബുക്കിൽ ഇതുണ്ട് ടീച്ചറെ, അവൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇതേപോലെയുള്ള മെറ്റീരിയൽസും ഉണ്ട് ഒത്തിരി. അപ്പോൾ ശരിക്കും ഒരു അനുകരണം എന്നുള്ളതല്ലാതെ അവർക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും മനസ്സിലാക്കാനോ അത് എന്താണെന്ന് ചിന്തിക്കാതെ കുറേ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതാണ് ഈ മീഡിയയിൽ നിന്നും കുട്ടികൾ ചെയ്യുന്ന ഒരു അനുകരണത്തിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല കുട്ടികൾക്ക് ശരിക്കും. പ്രണയം എന്നുള്ള പറയുന്നത് സയൻറ്റിഫിക് ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് 3 കാര്യങ്ങൾ ചേരുന്നതാണ്. 1 കമ്മിറ്റ്മെന്റ്, 2 വിശ്വസ്തത, 3 കാമം. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അത് പ്രേമമല്ല. പാരൻസിനോടുള്ളതിനകത്ത് 3-മത്തെ എലമെന്റ് ഇല്ല, അല്ലെങ്കിൽ വേറെ പലയിടത്തും മിസ്സിംഗ് ആണ്. പക്ഷേ നമ്മളത്തെ ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും പറ്റാത്ത എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിലേത് എനിക്ക് ആരോടാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് 1-മത്തെ കാര്യം. 2-മത്തത് ഇപ്പോൾ ഒരാൾ സാറ് പറഞ്ഞു സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരാളെ പാരൻസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, പേഴ്സണാലിറ്റി ആണെന്ന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ആളുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കപ്പെടുന്നത് അയാളുടെ അവസരങ്ങളിൽ നിന്നാണ്. അയാളുടെ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ അയാൾ വളർന്നു വരുന്ന സാഹചര്യമാണ്. ഇപ്പം ഈയിടയ്ക്ക് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഞാൻ അറിയുന്നിടത്തോളം അയാൾക്ക് പ്രേമിച്ചില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അയാളുടെ പ്രേമം കൂടിപ്പോയി. പക്ഷെ അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോട്ടയത്ത് നടന്ന കാര്യം തന്നെ. നേരത്തെ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ. അതേ സെയിം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായിരിക്കണം. അയാളുടെ വീട്ടിലും അതേപോലുള്ള കാര്യങ്ങളായിരിക്കണം നടന്നിട്ടുണ്ടാവുക. അയാളുടെ മനസ്സിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ, അയാളുടെ മെന്റാലിറ്റി അതായിരിക്കണം. പക്ഷെ അതിന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ, ആസ് എ യങ്സ്റ്ററുടെ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിച്ച് വിടുന്ന കോമ്പറ്റീഷൻ മെന്റാലിറ്റിയാണ്. എവിടെ പോയാലും ജയിക്കുക, ഏത് എക്സാമിനും ടോപ്പ് ആവുക, ഏത് സ്പോർട്സിൽ ഇറങ്ങിയാലും ജയിച്ച് അനുസരിച്ച് ജയിക്കുക. ഒരു പത്രത്തിലാണെങ്കിലും ശരി എല്ലായിടത്തും വരുന്ന ജയിച്ചവൻ്റെ ഫേസ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് എന്നാൽ ശരി എനിക്ക് എന്ത് ആയാലും എനിക്ക് നേടിയേ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്ന 2 പേര് അവർ സ്നേഹിച്ച് ഇത്ര ഇതായവരാണ്. മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും സാർ പറഞ്ഞ പോലുള്ള കഥ, അതൊക്കെ ഇന്നത്തെ മാഡത്തിന്റെ കാര്യമാണെങ്കിലും ശരി ഇങ്ങനെയുള്ള കുറേ വിജയിച്ച കാര്യങ്ങളുണ്ട്. അത് ആരും ഇവിടെ പറയുന്നില്ല, അത് ആരും നമ്മുടെ ഫ്രണ്ടിലോട്ട് എടുക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ഇതൊക്കെ ഒരു എക്സ്ട്രീം ചിന്താഗതിയാണ് കോട്ടയത്തൊക്കെ നടന്നതെന്ന് പറയുന്നത്. അതായത് അവളെയും ഒന്ന് ഞാനും ചാകുക എന്ന് പറയുന്ന ആ ഒരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ തക്ക ഒരു മനക്കരുത്തുണ്ടാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനും ചാവുക എന്നൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എനിക്കും ചാവണമെന്നില്ലായിരുന്നു, അവളെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പുള്ളിയുടെ കയ്യിൽ കുറച്ചായിപ്പോയി അങ്ങനെ സ്പ്രെഡ് ആയതാണെന്നാണ് ഒരു സൈഡ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് മീഡിയ പറയുന്ന ഒരു കാര്യമാണ്. മീഡിയയിൽ എന്തോ ഒരു കുഴപ്പം മീഡിയ പണ്ടൊക്കെ എന്ന് വെച്ചാൽ മീഡിയ ഓൺ ചെയ്യുന്നല്ലേ 1-2 മീഡിയ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആ മീഡിയ പറയുന്നതായിരുന്നു സമൂഹത്തിലെത്തുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് മീഡിയ ഉണ്ട്, പിന്നെ അതിന് പാരലായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ ഒരു മീഡിയയ്ക്ക് ഇപ്പോൾ ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല, ഇപ്പോൾ കംപ്ലീറ്റ് തുറന്നു വിട്ടേ പറ്റൂ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്വന്തം അച്ഛൻ്റെ കഥയായാലും ഉള്ള കാര്യം പറയേണ്ടി വരും, അല്ലെങ്കിൽ എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും ഒളിച്ചു വെച്ച സംഭവങ്ങളൊന്നും കാണില്ല. സാർ പറഞ്ഞത് സമ്മതിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പയ്യന്റെ സൈഡിൽ നിന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും വായിച്ചു. പയ്യനോട് ആ കുട്ടി വേണ്ടാന്ന് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സൈഡിൽ നിന്ന് എപ്പോഴേലും കുട്ടി ഈ പയ്യനോട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നോ ഒരിക്കലും നമ്മൾ ആരും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ആ പയ്യൻ കുറെ നാൾ പിറകെ നടന്നു, വീട്ടുകാർ പറഞ്ഞു, കേസ് കൊടുത്തു, കാര്യങ്ങളൊക്കെ പറയുന്നു. പയ്യനോട് മാന്യമായ രീതിയിൽ ആരോടും പോയി സംസാരിച്ചെന്നോ അല്ലെങ്കിൽ ഇത് നടക്കാത്ത കാര്യമാണ് ഇന്നയാണ് റീസൺസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെന്നോ ഒരിടത്തും പറയുന്നില്ല. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ ഒരു പാരന്റ്സും പോയി പോലീസ് കേസ് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പാരന്റ്സ് ചെയ്യാതെ വരുമ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നമ്മൾ സെൻസ് ഉദ്ദേശിക്കാൻ കാര്യമില്ല. ഈ പ്രണയം എന്നത് ഏത് അവസ്ഥയിലും ഒരാൾക്ക് വരുന്ന ഒരു കാര്യമാണ് പ്രണയം. പക്ഷെ ആ പ്രണയമല്ല ഇവിടെ പ്രശ്നം, പ്രണയത്തിന്റെ രീതികളാണ് പ്രശ്നം. അതായത് വിശ്വാസം, സത്യസന്ധത, കരുതൽ, ഈ 3 എണ്ണം പ്രണയത്തിൽ ആവശ്യമാണ്. ഈ 3-ൽ ആ കുട്ടി പറഞ്ഞ പോലെ ഈ 3-ൽ എവിടെയെങ്കിലും ഒരു ഭംഗം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. നമ്മുടെ വീടുകളിൽ പണ്ട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക്, ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അച്ഛനോടോ അമ്മയോടോ ഷെയർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അത് ഈ മുത്തശ്ശിയോടോ മുത്തശ്ശനോടോ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പ്രണയത്തിലൂടെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും വരുന്ന മാനസിക അവസ്ഥകൾ ഈ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ പറയുമ്പോൾ അവിടെ ഒരു ആശ്വാസ വാക്കുകളും വചനങ്ങളും അവിടെ ലഭിക്കുന്നു. പിന്നെ അച്ഛനും അമ്മയും കുട്ടികളെ പേടിക്കുന്ന അവസ്ഥയാണെന്ന്, അതായത് മകനോ മകളെയോ പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് മകനൊരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ മകള് വേറെ രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ അവളുടെ രീതി ശരിയല്ല എന്ന് പറയുമ്പോൾ ഈ മകളെയോ മകനെയോ ഉപദേശിക്കാനുള്ള ധൈര്യം ഈ മാതാപിതാക്കൾക്ക് ഇല്ല എന്നത് ഇന്നത്തെ വളരെ ഖേദകരമായ കാര്യമാണ്. അത് മാത്രമല്ല, നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി വീട്ടിലിരിക്കുമ്പോൾ, ഒരു കുഞ്ഞ് മുറ്റത്ത് മണ്ണ് വാരുമ്പോൾ അത് പാടില്ല, കളിക്കുമ്പോൾ അത് പാടില്ല, ഒന്നും പാടില്ല, നീ എന്ത് പാടും, നിനക്ക് എന്താവാം, നിന്നെ കൊണ്ട് എന്ത് സാധിക്കും, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, അത് ആരും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറില്ല. മാത്രമല്ല, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എൻ്റെ സഹോദരന്റെ മകള് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സൂര്യ എന്നാണ് പേര്. ഈ കുട്ടിയെ ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കാണിച്ചു. അവിടെ പിക്കറ്റിംഗ് കാണിച്ചു. കാരണം കേരളത്തിൽ ജനിച്ചു വളരുന്ന ഒരു പെൺകുട്ടിയാണത്. നാളെ ഈ പോലീസ് സ്റ്റേഷൻ കാണണം, ഈ സമരങ്ങൾ കാണണം, കല്ലേറ് കാണണം, ഒരു ബസ് സ്ട്രൈക്ക് കാണണം. ഈ കുട്ടി നാളെ കോളേജിലോ സ്കൂളിലോ പോകുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ പണിമുടക്ക് വന്നാൽ എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടണം, എങ്ങനെ അതിൽ നിന്നും പ്രതിവിധി നേടണം, ഈ കാര്യങ്ങൾ ഈ കുട്ടി മനസ്സിലാക്കണം. കുട്ടികളോട് പേരൻസ് ഒന്നും മറച്ചു വെക്കരുത്, തിരിച്ച് കുട്ടികളും പേരൻസിന്റെ അടുത്ത് നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. ഈ മറയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം. സാറേ, എനിക്ക് പറയാനുള്ളത്, കോട്ടയത്തെ ആ കുട്ടിയുടെ ദാരുണമായ മരണം അത് ഒരിക്കലും ഒരു പ്രണയമല്ല. ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേറൊരാളോട് തോന്നുന്ന വികാരം മാത്രമല്ല, 2 പേർക്കും പരസ്പരം തോന്നുന്നതാണ്. അവിടെ നടന്ന ശരിക്കും ഒരു ഒബ്ലിഗേറ്ററി ലവ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പകയോടുകൂടിയുള്ള ഒരു ഇതാണ്. ആ പയ്യൻ പ്ലാൻഡ് ആയിരുന്നെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ആ കുട്ടി നമ്മുടെ സമൂഹത്തിനൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ആ കുട്ടി, അതേപോലെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്കെല്ലാം ഇതൊരു പ്രശ്നം തന്നെയാണ്. പറയും. തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള ചങ്ങാതി എന്ന് പറഞ്ഞൊരു ബിഫ്രണ്ടിങ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ, അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്. ബിഫ്രണ്ടിങ്ങിൻ്റെ ഒരു ഉദ്ദേശം +2 തരം വരെയുള്ള കുട്ടികളുടെ ആത്മഹത്യാ ടെൻഡൻസിയുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് സൗഹൃദം കൊടുക്കുകയും അവരെ കൗൺസിൽ ചെയ്യുന്നത് പോലെയുള്ള ഒരു VV ജോസഫ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആത്മഹത്യാ ടെൻഡൻസി ഉള്ള കുട്ടികളുടെ എണ്ണം കൂടുകയാണ്? തീർച്ചയായിട്ടും കൂടുകയാണ്. ലോകത്ത് അത് ഏഷ്യ വൻകരയിലാണ് ഏറ്റവും കൂടുതൽ, അതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് ഏത് പ്രായ നിരയിലുള്ള കുട്ടികളെ അങ്ങനെ വരുന്നത്, ഏത് റേഞ്ചാണ്? അത് +2 വരെയുള്ള +1, +2 റേഞ്ചിലുള്ള കുട്ടികളും പിന്നെ കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഏരിയയിലുള്ള കുട്ടികളാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ഞങ്ങൾ അതിൽ പ്രവർത്തിച്ച് കുട്ടികളെ കേട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം സാറ് പറഞ്ഞത് തന്നെയാണ്, കുട്ടികളെ കേൾക്കാൻ ആരുമില്ല എന്ന്. കുട്ടികളെ കേൾക്കാനുള്ളൊരു ടെൻഡൻസി, ഒരു മനോഭാവം കുടുംബത്തിൽ നിന്നോ ടീച്ചർമാരുടെ അരികിൽ നിന്നുണ്ട്. പാലക്കാട്ടിലൊരു അനുഭവം പറയാം. പാലക്കാട്ടിലൊരു ടീച്ചർ ഒരു കുട്ടിയെ മോശമായ ഒരു പേര് വിളിച്ചത് കൊണ്ട് മാത്രമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്, പ്രണയമല്ല കാരണം. എൻ്റെ സ്കൂളിൻ്റെ അവസ്ഥ ഞാൻ പറയാം. ഞാനൊരു LKG മുതൽ +2 വരെ ഉള്ള സ്കൂളിലെ ഒരു അധ്യാപകനാണ്. എൻ്റെ സ്കൂളിൽ LKG മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ, അത് 11ലും 12ലും ഇല്ലാത്ത ഞാൻ പിന്നീട് പറയാം, 10th വരെ ആൺകുട്ടികളും പെൺകുട്ടികളും 1, 2 പറഞ്ഞ ഇടകലർന്നാണ് ഇരിക്കുന്നത്. ശരീരത്തിനോടോ, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിനോടോ, അല്ലെങ്കിൽ അവളോടോ, അല്ലെങ്കിൽ ഒരു ആണിന് തിരിച്ചോ ഒരു തരത്തിലുള്ള മോശമായൊരു ബിഹേവിങ് അവിടെ ഇല്ല. പ്രണയമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് വെളിയിലൊരു വൾഗാരിറ്റി പോലെ അറിയുന്ന ഒരു വിഷയം ആ സ്കൂളിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഒരു ബാത്റൂമിൽ ഒരു മോശമായ ഒരു പേരോ ഒരു പെൺകുട്ടിയുടെ പേരോ ഫോൺ നമ്പറോ എഴുതി വെച്ച ചരിത്രം അവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇടകലർത്തിയിരുത്തിയിട്ട് ശരീരത്തിനോടുള്ള കുട്ടികളുടെ ആസക്തിയും അവരുടെ ആങ്സൈറ്റിയും പരമാവധി കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു അനുഭവം
അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അത്ര എക്സ്പോഷർ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾ സമൂഹത്തിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, രക്ഷകർത്താക്കളുടെ പ്രശ്നങ്ങളാണ് കൂടുതൽ പറയുന്നത്, അല്ലെങ്കിൽ കേൾക്കാൻ ആളില്ല. ഇന്ന് കേൾക്കാൻ സ്പേസ് കൂടിയതിൻ്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓവർ എക്സ്പോസ്ഡ് ആണ്. നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ പെട്ടുപോകുന്ന കുട്ടികളുണ്ട്, മറു സൈഡിൽ പ്ലാൻഡ് ആയിട്ട് ജീവിക്കുന്ന കുട്ടികളെ അറിയാൻ പറ്റും. എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എറണാകുളമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ആ സമയത്ത് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ മുതിർന്നവരെക്കാൾ പ്ലാൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. കാരണം അവിടെ പ്രണയം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഒരു രീതിയിൽ ഞാൻ പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ രീതി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പ്രേമിച്ചു, കുറച്ചു കാലം നടന്നു, അവനെ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവളെ കിട്ടിയില്ലെങ്കിൽ അത് വിട്ടിട്ട് കുറച്ചു കാലം ഒരു തരം നമ്മളൊരു ഇമോഷണലായിട്ട് ജീവിച്ച് പിന്നെ മാറുക. ഇന്ന് ഓപ്ഷൻസ് ഫിക്സ് ചെയ്യാണ്. കാരണം എന്താ, 5-6 ഓപ്ഷൻസ് ഇട്ടിരിക്കുകയാണ്. ഒരാളെ വെച്ചിട്ട് എനിക്ക് ഈവനിങ്ങിലുള്ള കോഫി കഴിക്കാം, മറ്റേയാളെ വെച്ചിട്ട് എനിക്ക് ഉച്ചയ്ക്കുള്ള അവൈലബിലിറ്റി കൂടുതലാണ്. സിം കാർഡ്സ് യൂസ് ചെയ്യുന്ന കൂടുതലാണ്. 5-6 വാട്സപ്പ് യൂസ് ചെയ്യുന്ന കുട്ടികളാണുള്ളത്. പ്രണയം എന്നുള്ളത് മാറിയിട്ട് അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് ലൈഫ് മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷകർത്താക്കൾ പേടിക്കുകയാണ്. കാരണം അവരെന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു കുട്ടിയോട് ഷെയർ ചെയ്ത് എറണാകുളത്തുള്ള ഒരു കുട്ടിയുടെ ഒരു കഥ, വളരെ വിഷമിപ്പിക്കുന്ന ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഈ മുത്തശ്ശനും മുത്തശ്ശിയും വന്നാൽ കുട്ടിയെ കെയർ ചെയ്യും എന്നുള്ളത് കൊണ്ട് കുട്ടിയെ നോക്കാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുകയാണ് വീട്ടിൽ. ഒരു ദിവസം കുട്ടി എന്താ കംപ്ലൈൻറ്റ് ചെയ്തെന്ന് അറിയാവോ? കുട്ടി പറഞ്ഞു, എന്നെ മുത്തശ്ശൻ പീഡിപ്പിച്ചു. കുട്ടി ഇങ്ങനെ പറഞ്ഞു, കേസ് വന്നു, ഈ മുത്തശ്ശനെ അറസ്റ്റ് ചെയ്തു, അയാളെ മകൻ തന്നെ ജാമ്യത്തിലിറക്കി. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കുട്ടി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ സമയത്ത് കൊടുത്ത മരണമൊഴി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അന്ന് എന്നെ കാണാൻ വന്ന എൻ്റെ സുഹൃത്തിനെ തടഞ്ഞതിനാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അതായത് അത്രയ്ക്ക് ചിന്തിക്കുന്ന കുട്ടികളുള്ള ഒരു കാലഘട്ടത്തിൽ രക്ഷകർത്താക്കൾ വിചാരിച്ചാലൊന്നും ഇത് സോൾവ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ പ്രണയം ഇന്ന് ആഗോളതലത്തിൽ ഒരു വലിയ വിപണിയാണ്. ആ വിപണിയുടെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം പ്രണയ ദിനങ്ങൾ, നമ്മളിപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നു, അതിനുവേണ്ടി കാർഡ്, ഗ്രീറ്റിംഗ്സ്, ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ കാണിക്കുന്നു. അവർക്ക് വിൽക്കാനുള്ള ഒരു വേദിയിൽ കുട്ടികൾ വന്ന് ചാടുമ്പോഴുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം എറണാകുളത്തെ പോലൊരു സിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നൊരു കുട്ടി എറണാകുളത്ത് ആദ്യമായിട്ട് വരുവാണെങ്കിൽ, ആ എക്സ്പോഷറിൽ വരുവാണെങ്കിൽ കാണുന്നത്, അവിടെ കിട്ടുന്ന സ്പേസ് കാണുമ്പോൾ എനിക്കും ആ സ്പേസിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇറങ്ങുവാണ്. എന്താണ് ഈ സ്പേസ്? ഞാൻ ചവിട്ടുന്നത് ചളിയിലാണോ, അല്ല ഞാൻ ചവിട്ടുന്നത് ഉറപ്പായിട്ടുള്ള ഒരു തറയിലാണോ എന്ന് പോലും ചിന്തിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. സാർ പറഞ്ഞതുപോലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. പക്ഷെ സാർ പറഞ്ഞ രണ്ടാമത്തെ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതൊന്നും അറിയാത്ത ഒരു സ്പേസ് കണ്ടുവരുന്ന ഒരു കുട്ടികൾ, ആ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റേ കുട്ടികൾ ഓൾറെഡി നോളജ്ഡ് ആണ്. ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ആ കുട്ടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതല്ല. നമുക്ക് ഒരാളെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ടോട്ടലി അല്ലാതെ ഒരാളെ സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ, ഒരു കോളേജിൽ ഒരു അധ്യാപിക ആണെങ്കിൽ എത്ര കുട്ടികളുണ്ടോ എല്ലാ കുട്ടികളും സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷനുള്ള ആളുകളാണ്. മൈൻഡ് പ്രത്യേകമാണ്. ഓരോ ആൾക്കാരുടെയും മാനസികാവസ്ഥകൾ, അവരുടെ പഠന നിലവാരം വ്യത്യാസമുണ്ട്, അവരുടെ ജീവിത സാഹചര്യം വ്യത്യാസമുണ്ട്. അതനുസരിച്ചിട്ട് അവരെ പഠിപ്പിക്കാനുള്ള സാഹചര്യമോ വിദ്യാഭ്യാസം നമുക്കില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിന് ഓൾറെഡി വന്നിട്ടുള്ളത് ഒരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ഒരു അവസ്ഥയുണ്ട്. അത് കുട്ടികളെ വേണ്ട, ഒരു 25-30 ഇടയിൽ വിവാഹമോചനം നടത്തുന്ന ആളുകളുടെ എണ്ണം നോക്കുക. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഇന്നൊന്നും ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് മാറി പൂർണ്ണമായിട്ടും. അതായത് എനിക്ക് എന്റെ പാർട്ട്ണർ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് അവർക്ക് അവയർനെസ് കൊടുക്കുന്നില്ല? ഞാനൊരു കാര്യം ചോദിച്ചത്, ഒരു കാര്യം കൂടെ. ഇപ്പൊ ഈ പറഞ്ഞ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ. ഇത്രയും കൂടുതൽ അവസരങ്ങൾ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കുന്നു. നിങ്ങൾ ഫേസ്ബുക്കിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുക, ഫേസ്ബുക്കിന്റെ ഒരു പഠനം എടുത്തു നോക്കുക. ഫേസ്ബുക്ക് കൊണ്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ കാണിക്കാൻ പറ്റും. 25 വയസ്സിൽ 100 crores ഒക്കെ ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളുടെ ചരിത്രമുണ്ട്. അതേ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് വൾഗറായ ചാറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് മുന്നിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അവിടെ. ആരാണ് സർ പഠിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് എന്താ പഠിപ്പിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇത് പഠിപ്പിക്കാനല്ല. സാറ് പറയുന്നതിൽ ഫാക്ട് ഉണ്ട്, ഫാക്ട് ഇല്ല എന്ന് ഞങ്ങൾ പറയണില്ല. സാറ് പറയുന്ന ഫാക്ട് ഞങ്ങൾക്കും അറിയാം. എന്താണ് ഒരു പ്രതിവിധി? ഞങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഈ 4 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള മനോഭാവം കാണിക്കുന്ന കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും? ഒരു കാര്യം അതിനകത്ത് മനസ്സിലാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം കാർഡടച്ച് അങ്ങനെ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ആ അഭാവം പോയത് ഒരു സംഗതി ഇല്ല. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരെ അങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങി. അപ്പൊ അത് പോയി. അപ്പോൾ പോയിട്ട് നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതം നിലനിർത്തണമെങ്കിൽ 2 പേരും വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. ആ പേരൻസ് 2 പേരും വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ സൊല്യൂഷൻ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ സൈഡ് പറയുന്നു, വലിയവരുടെ സൈഡ് പറയുന്നു. ഒരു കാര്യം സാർ അപ്പോൾ ഓർക്കേണ്ടത്, നമുക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യമാണ്. ചോദിക്കാൻ പറ്റുന്നത് ശരിക്കും സ്കൂൾ തലത്തിലാണ്.
സാറേ ഒരു 10 രൂപ വെച്ച് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല. എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ഇന്നലെ ചോദിച്ചു നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് അവിടെ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പെൺകുട്ടികളാണ്. അപ്പം അവർ പറഞ്ഞു ഉണ്ട്. അത് കൊടുക്കുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന, അതായത് ഇപ്പോൾ ഒരു കുട്ടീനെ കുറിച്ച് തന്നെ ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് പേരൻസിൻ്റെ നിന്നും ടീച്ചേഴ്സിൻ്റെ നിന്നും വരുന്ന അവരെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് അത്. പക്ഷേ അതല്ല സാറേ, നമുക്ക് ഓരോ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും അവർക്ക് ഒരു ആഴ്ചയിലോ മാസത്തിലോ ഒരു അവയർനെസ് ക്ലാസ്, അതിനെക്കുറിച്ചുള്ള കാരണം അവർക്ക് തുറന്നു പറയാനുള്ളൊരു സൗകര്യം, ഒരു സാഹചര്യം വീട്ടിൽ പറ്റുന്നില്ലെങ്കിൽ അവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കകത്ത് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഇപ്പം അധ്യാപകരെടുത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ മാത്രം നമുക്ക് അതിനൊന്നും നോക്കാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാം. നമ്മൾ പഴയ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് നമ്മൾ CBSE ICSE പോലുള്ള സിലബസുകളിലേക്ക് മാറി വിദ്യാർത്ഥികൾ. അവിടെ എന്ന് പറഞ്ഞാൽ അവരെ ഒരു ചെറിയൊരു സ്ക്വയർ ബോർഡിനകത്ത് ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ് കൂടുതലാണ്. അത് സത്യമാണ്. ആ ഒരു സത്യമുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ് കൂടുതലാകുമ്പോൾ തന്നെ സർക്കാർ വിദ്യാലയങ്ങളൊക്കെ പൂട്ടിപ്പോകുന്നുണ്ട് ഒരു സൈഡിൽ. നിങ്ങൾ രക്ഷകർത്താക്കൾ 80% രക്ഷകർത്താക്കൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മാക്സിമം ഡെപ്പോസിറ്റ് കൊടുത്ത് കൊള്ളാവുന്ന ഒരു സ്കൂൾ എന്നുള്ള കാഴ്ചപ്പാടിൽ ആ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവിടെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള ചിന്തിക്കുന്നില്ല. ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങളോ വലിയ എന്താ പറയുക എയർ കണ്ടീഷൻ മുറികളോ അല്ല, മറിച്ച് ഒരു കുട്ടിക്ക് അവൻ്റെ കാലിബർ അനുസരിച്ച് അവൻ്റെ കഴിവ് എന്താണെന്നനുസരിച്ച് വളരാനുള്ള സാഹചര്യങ്ങളില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വരയ്ക്കാനുള്ള കഴിവുള്ളവനെ കണ്ടെത്താനും എല്ലാത്തിനും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ വേർതിരിച്ചറിഞ്ഞ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി അവന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു കഴിവിനെ വെച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നില്ല. നന്നായിട്ട് വരക്കുന്ന ഒരു കുട്ടി അച്ഛനമ്മ പറയും നീ വരച്ചുകൊണ്ടൊന്നും കാര്യമില്ല, നിനക്ക് ജീവിക്കാൻ പറ്റില്ല, മര്യാദക്ക് എഞ്ചിനീയറിംഗോ മെഡിക്കലോ എടുത്തോ എന്ന് പറയും. അവർ ആ ഒരു മേഖലയിലേക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇതേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറച്ച് സമയം ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പദത്തിനകത്ത് അവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വര എന്നുള്ളത് കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് ആൾക്കാർ 20 വയസ്സിലൊക്കെ വരച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, അതിനകത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കരുത്, അതിനകത്ത് എന്തോ അപകടം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് മാറ്റി വെക്കണം. മറിച്ച് അതിന് വേറൊരു വശമുണ്ട്. ഇപ്പം ഈ പോണോഗ്രാഫി സൈറ്റുകൾ, അഡൽട്ട് സൈറ്റുകൾ ഓപ്പൺ ആക്കി വെക്കുന്നതിനെതിരെ അത് ഒന്ന് ഒരു പർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് പ്രോബ്ലം എന്ന് അറിയോ? ഏജ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രോക്സീസ് ഉണ്ട്, അതെടുത്ത് ഉപയോഗിച്ച് ഓപ്പൺ ആവും. അപ്പം എന്താ പറയാന്ന് പറഞ്ഞാൽ അയ്യോ മനുഷ്യന്റെ ലൈംഗിക സ്വാതന്ത്ര്യത്തിനെ നിരോധിക്കുന്നു എന്ന് പറയുന്നു. ചെറിയ കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് കൊടുക്കേണ്ട വിഷ്വലുകളാണോ നമ്മളിപ്പോൾ, ഞാനൊരു ടെലിവിഷൻ പ്രവർത്തകനാണ്, ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോ ആളുകൾക്കുമുള്ള സാഹചര്യത്തിലുള്ള വിഷ്വലുകളാണ് നമ്മൾ ഇന്റർനെറ്റിലായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കാൻ തയ്യാറാണ്. സാർ പറഞ്ഞൊരു കാര്യത്തോട് വിയോജിപ്പുണ്ട്. കാരണം കുട്ടികളെ അടുത്തടുത്ത് ഇരുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ ഇതുപോലെ അടുത്തടുത്തിരുന്ന് കുട്ടികളിരുന്നപ്പോഴാണ് ഒരു ടീച്ചർ ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പൾ തന്നെ കുട്ടികൾ പിന്നെ പുരുഷന്റെ ചൂട് പറ്റാൻ വേണ്ടിയാണ് കുട്ടികൾ ക്ലാസ്സിൽ വരുന്നത്, കോളേജിൽ വരുന്നത്, വലിയ ഇഷ്യൂ ഒന്നാണ്. കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികൾ സ്കൂൾ തലം മുതൽ ഇങ്ങനെയാണ് വരുന്നത്. മഹാരാജാസ് കോളേജിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല ഇതേപോലെ വന്ന കുട്ടികൾ ഞാൻ സാറിനോട് 100% യോജിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതേപോലെ വന്ന കുട്ടികളാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പിന്നെ പ്രസ്താവന തന്നെ ഇറക്കി. കാരണം സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കാനോ അവർ സംസാരിക്കാനോ പാടില്ല എന്നത് വലിയ ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അന്നൊന്നും ആരും ഒരു ഇടപെടൽ, അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇടപെടൽ നടത്തുന്നില്ല. അതിനെ കുട്ടികളുടെ ഭാഗമാക്കി മാറ്റി കൊടുക്കുകയാണ്. പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. കാര്യം പ്രായഭേദമന്യേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും പ്രണയത്തെക്കുറിച്ച് പറയാനുണ്ടാകും. ഈ ചർച്ച അതുകൊണ്ട് തന്നെ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.